നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഇര വന്നിട്ട് ഈ സംഭവങ്ങൾ നറേറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് സിദ്ദിഖിൽ നിന്ന് അവർ നേരിട്ട ആ ഒരു ഇൻസിഡൻറ്റ് മൊത്തത്തിൽ പറഞ്ഞ സമയത്ത് അവർ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ചാനലിൻ്റെ മുന്നിൽ വളരെ ഇമോഷണലായിട്ട് അവർ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഓൺ കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരാൾക്കെതിരെ ഒരു ആരോപണം വരുന്നു, ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെയും വീണ്ടും ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. അതങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏതൊക്കെ നടന്മാർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടോ ആ ടൈമിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ പറയുന്നുണ്ട്, ഇതിൽ സിദ്ദിഖിൻ്റെ കേസാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കേസ്. കോടതിയിൽ കൃത്യമായിട്ട് തെളിവുകളടക്കം സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കേസാണ് സിദ്ദിഖിൻ്റെ കേസ്. സിദ്ദിഖ് ഇന്നലെ വരെ സിദ്ദിഖിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഒളിവിൽ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ന്യൂസിൽ തന്നെ പറഞ്ഞ കേട്ടാ. ശ്രീകാന്ത്, നമ്മുടെ അശ്വിൻ പാലാഴി ഇപ്പോൾ ഒരു വിവരം അറിയിക്കുന്നു. നടൻ സിദ്ദിഖ് ഒളിവിൽ പോയി. മൊബൈൽ ഫോൺ അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്തു. മുൻകൂർ ജാമ്യം തള്ളിയതിൻ്റെ പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് അദ്ദേഹം ഒളിവിൽ പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ പടമുകളിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നും വാർത്തയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെ മാറി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അശ്വിൻ പാലാഴി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സിദ്ദിഖ് ഒളിവ് പോയിരിക്കുകയാണ്. കവിയൂർ പൊന്നമ്മയുടെ മരണം സംഭവിച്ച അവിടെയൊക്കെ ആ ഒരു ചടങ്ങുകളിലൊക്കെ സജീവമായിട്ട് സിദ്ദിഖിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടാത്തതുകൊണ്ട് ആൾ ആസ് യൂഷ്വൽ ഒളിവ് പോവും. ഇനി ജാമ്യമൊക്കെ കിട്ടി പുറത്തന്നേ കാണും. അപ്പോൾ എന്താണ് സിദ്ദിഖിനെതിരെ പോലീസുകാർ കണ്ടുപിടിച്ച തെളിവ്? ഓക്കെ, ഇതിൽ കുറച്ച് കാര്യമുണ്ട്. അത് നമുക്ക് ഈ പോലീസുകാർ സിദ്ദിഖിനെതിരെ കളക്ട് ചെയ്ത എവിഡൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ്. പരാതി നൽകിയത് യുവനടി. സംഭവം നടന്നത് +2 കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ 2016 ജനുവരി 28-ന് നിള തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. 1.5 മാസം നീണ്ട അന്വേഷണത്തിനിടെ പ്രത്യേക സംഘത്തിന് ലഭിച്ചത് പരാതിക്കാരുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ. 101D നമ്പർ മുറിയിൽ വെച്ച് പീഡനം നടന്നു എന്നായിരുന്നു യുവതിയുടെ മൊഴി. ഗ്ലാസ് ജനലിൻ്റെ കർട്ടൻ മാറ്റി നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിലെത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവച്ചു. ജനുവരി 27 രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് 5 മണിവരെ ഹോട്ടലുണ്ടായിരുന്നുവെന്ന ഹോട്ടൽ രേഖയിൽ നിന്നും തെളിഞ്ഞു. ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരിവയ്ക്കുന്ന ഹോട്ടൽ ബിൽ കണ്ടെത്തി. ലൈംഗിക പീഡനം നടന്ന് 1 വർഷത്തിനു ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതിനു പുറമെയാണ് സ്വതന്ത്രമായ സാക്ഷിമൊഴികളും രേഖകളും പോലീസിന് ലഭിച്ചത്. ലൈംഗിക പീഡനത്തിന് പിന്നാലെയുണ്ടായ മാനസിക സംഘർഷത്തെ തുടർന്ന് യുവതിക്ക് ആത്മഹത്യാ പ്രേരണയുണ്ടായി. ഗ്ലാസ് ജനൽ ഉൾപ്പെടെ ഹോട്ടൽ മുറിന് സമാനമായ കാഴ്ചകൾ കാണുന്നത് മാനസിക വിഭ്രാന്തിക്കിടയാക്കി. തുടർന്ന് കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പിള്ളി നഗറിലുമുള്ള 2 വനിതാ സൈക്കാട്രിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞു. 2 ഡോക്ടർമാരും ഇക്കാര്യം ശരിവച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചികിത്സാരേഖകൾ കൈമാറുകയും ചെയ്തു. സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം മസ്കറ്റ് ഹോട്ടലിലെത്തിയപ്പോൾ യുവതി ഒപ്പിട്ട പഴയ സന്ദർശന രജിസ്റ്റർ കണ്ടെത്താൻ പരിശോധന തുടരുകയാണ്. 101D നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നായിരുന്നു യുവതിയുടെ മൊഴി. മാസ്കോട്ട് ഹോട്ടലിലെ ഗ്ലാസ് ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി മൊഴി നൽകിയിരുന്നു. യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായി. അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവച്ചിരിക്കുകയാണ്. അപ്പോൾ സാക്ഷിമൊഴികളും സിദ്ദിഖിനെതിരായി മാറുകയാണ്. ജനുവരി 27 രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് 5 മണിവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു. ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്നും അത് വെച്ച് തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ള ചില വർത്താനം സിദ്ദിഖ് പറഞ്ഞു എന്നൊക്കെ ആ സമയത്ത് യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ
യുവതിയുടെ പറഞ്ഞ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന മൊഴി ശരിവയ്ക്കുന്ന ഹോട്ടൽ ബില്ലും കണ്ടെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സിദ്ദിഖിനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ്, സാക്ഷി മൊഴികൾ, പിന്നെ ഇവർ ഭയങ്കരമായിട്ട് മെൻ്റലി ഇല്ലാതായൊരവസ്ഥയിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവരോട് സംസാരിച്ച് അതിൻ്റെ രേഖകൾ, ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്തതിൻ്റെ മൊഴികൾ, ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, അന്ന് പത്രമാധ്യമങ്ങളെ കണ്ട സമയത്ത് ഈ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് മീൻകറി തൈര്. ഓക്കെ, ചോറ് മീൻകറി തൈര്, ഇതന്ന് ഭയങ്കര ട്രോളായിരുന്നു. പിന്നെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചോറ് മീൻകറി തൈര്, കുറേ പേജുകളിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ കോമ്പിനേഷനെ കുറിച്ച് അതൊരു വേറെ രീതിയിൽ വേറെ രീതിയിൽ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഈ ലേഡിയോട് അത് പ്രസൻറ്റ് ചെയ്യുക, ഇതൊക്കെ ആ ലേഡി പറഞ്ഞതാണ്. ഓക്കെ, അന്നത് ട്രോളാണ്, തമാശയാണ്, കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും അത് ഭയങ്കരമായിട്ട് പിന്നെ ചോറ് മീൻകറി തൈര് ഈ ഒരു സെറ്റപ്പിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും ഈ ചോറ് മീൻകറി തൈര് തന്നെയാണ് ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ട് സിദ്ദിഖിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അന്ന് ആ ലേഡി പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ഇവർ അനുഭവിച്ച ആ ഒരു മെൻ്റൽ സിറ്റുവേഷൻ, ഓക്കെ, ഇയാളിൽ നിന്ന് അനുഭവിച്ച അതിക്രൂരമായിട്ടുള്ള ഈ ഒരു അനുഭവം ഈ ലേഡിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ ആ ലേഡി പറയുന്നുണ്ട്. ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അദ്ദേഹത്തിന്റെ സർട്ടൺ സ്റ്റേറ്റ്മെന്റ്സുകൾ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലീക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. ധാരാളം തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ, രണ്ടാമത് എന്റെ അമ്മ, മൂന്നാമത് എന്റെ അച്ഛൻ. ഈ 3 വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ലേഡി എല്ലാ ചാനലിലും വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വിങ്ങി പൊട്ടിക്കറിയുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ലേറ്റർ ഓൺ ഈ ലേഡിയുടെ കുറേ ഈ ലേഡി വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇവർ ഫേസ്ബുക്കിൽ എഴുതിയിട്ട ആളുകൾ വീഡിയോ ആയിട്ട് വരുന്നു, പഴയ വീഡിയോസ് ഇവരിട്ട ലൈവും കാര്യങ്ങളും വരുന്നു. ഇവർക്കെതിരെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെറ്റർ, ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ലീക്ക് ചെയ്തു, വീഡിയോ എടുത്തു ബാത്റൂമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങൾ വരുന്നു. ഇവരുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റി പോകും എന്നുള്ളൊരവസ്ഥയിൽ വരെ ന്യൂസുകൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായ എവിഡൻസ് പോലീസ് കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖിൻ്റെ തള്ളിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, സിദ്ദിഖിനെതിരെ മേ ബി ഇനിയും കേസസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ അറസ്റ്റായി കഴിഞ്ഞാൽ ഒരു പക്ഷേ സിദ്ദിഖിനെതിരെ ഒരുപാട് പേര് കേസായിട്ട് വരാൻ ഞാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് അന്ന് പറഞ്ഞ ചോറ് തൈര് മീൻകറി, അത് ഞാൻ ആ ലേഡി പറയുന്നത് ഞാൻ ഒന്നുകൂടി ഇവിടെ വയ്ക്കുകയാണ്. അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്തൊരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ്. അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ്. ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം, അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ. അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം. ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച ഒരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയ ആളാണ്. ഹി ജസ്റ്റ് ലോക്ക്ഡ് മീ. അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ, ഈ ചോറും തൈരും മീൻകറിയും തന്നെ സിദ്ദിഖിന് എന്തായി
കറക്റ്റ് എവിഡൻസ് ആയിട്ട് വന്നു. കാരണം ഒരു ഹോട്ടലിനകത്ത് താമസിക്കുന്ന ടൈമിൽ ഇവർ റൂമിലേക്ക് എന്ത് ഓർഡർ ചെയ്താലും അതിപ്പോൾ ഈ പറഞ്ഞ പോലെ റെഗുലർ അവർക്ക് എന്താണോ ഹോട്ടലിൽ നിന്ന് 3 നേരം ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ ഒരു ബില്ലോ സാധനം കീപ്പ് ചെയ്യാൻ പാടാണ്. പക്ഷേ ഇത് അതിന് വരെ വൈരുദ്ധ്യമായ എന്ത് മലയാളമാണ് ഇത് ഇതാണെങ്കിൽ ആ സാധനം അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. ഓക്കെ, ആ ഒരു കോമ്പിനേഷൻ എന്തായാലും ഓർഡർ ചെയ്യണം. ചോറ്, തൈര്, മീൻകറി മതി എനിക്ക് എന്നുള്ളൊരു ഓർഡർ. അതിന് ഡെഫിനറ്റ്ലി ബില്ലും കാര്യങ്ങളും ഡീറ്റെയിൽസും കാണും ഹോട്ടലുകാരുടെ കയ്യിൽ. അപ്പം അതൊക്കെ പോലീസുകാർ കൃത്യമായി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്ന ഓരോ ഇൻസിഡൻറ്റിനും ഓരോ ഇൻസിഡൻറ്റും തെളിവുകളടക്കം പോലീസിന് കോടതിയിൽ കൊടുക്കാൻ പാകത്തിലാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖ് എന്താണെങ്കിലും അറസ്റ്റിലാവും. ഇനി സിദ്ദിഖിന് വേറെ കേസുകൾ വരുമോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇനി ഇതിനിടയിൽ 1-2 സ്ഥലങ്ങളിൽ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഡിസ്കസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡിസ്കഷനിലേക്ക് വരണോ വേണ്ടേ എന്നുള്ളത് ഇറ്റ്സ് അപ്പ് ടു യു. ആൻഡ് ലൈക്ക് ഞാൻ ഈ ഒരു കാര്യം കണ്ടതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യാണ്. പൾസർ സുനി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. പൾസർ സുനി പണ്ട് ജയിലിൽ നിന്ന് ദിലീപിന് എഴുതിയൊരു കത്ത്, ആ കത്തിൻ്റെ ഒക്കെ ലൈക്ക് എന്താ പറയുക, ഒതൻറ്റിസിറ്റി എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പോഴും ചർച്ചകളിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക. ലൈക്ക് പൾസർ സുനിനെ എഴുതിയതാണോ, എഴുതിപ്പിച്ചതാണോ, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, കുറേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ആ കത്തിലൊക്കെ കൃത്യമായിട്ട് ഈ സിദ്ദിഖിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ലൈക്ക് ഇനി എന്തോ ഒരു ലൈക്ക് എവിടെയോ സസ്പീഷ്യസ് ആയിട്ട് മനസ്സിലായോ. ഞാൻ 1-2 ചാനലിൽ ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകും, ഒരു പോയിന്റ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടുള്ളൂ. ബിക്കോസ് അവരും അത് അങ്ങനെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്ത് അത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ട്, അത് ആരെഴുതി എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പൾസർ സുനി ദിലീപിന് തന്നെ എഴുതിയതാണോ എഴുതിച്ചതാണോ എന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ പൾസർ സുനി ദിലീപ് എന്ന് പറഞ്ഞ എലമെൻ്റല്ലേ വരണ്ടേ. അതിനകത്ത് സിദ്ദിഖ് എന്തിനിടയിൽ വരണേ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അതിനകത്ത്. സിദ്ദിഖിനൊരു പ്രസൻസ്, സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു പേരെടുത്ത് പറയുന്ന സ്ഥലങ്ങൾ, ഇപ്പം സിദ്ദിഖ് ഇരിക്കുന്ന ഇരുന്നിരുന്ന AMMയുടെ ഒരു പൊസിഷൻ ഒരു 6-7 വർഷം മുമ്പ് വന്നൊരു കത്തിനകത്ത് സംതിങ് ഫിഷി. ഇതാണ് ആ കത്ത് ഇവിടെ ഒരു ചാനലിൽ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്, അതും കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ചേട്ടന് ഈ കത്തെഴുതുന്നത് ചേട്ടന്റെ സഹായം ആവശ്യപ്പെടാനല്ല. പലതരത്തിലുമുള്ള വിഷമങ്ങൾ ഇപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അമ്മ എന്ന സംഘടന ചേട്ടൻ എന്തു ചെയ്താലും കൂട്ടുനിൽക്കും എന്നറിയാം. അന്ന് അബാദ് പ്ലാസയിൽ വെച്ച് ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ സിദ്ദിഖും മറ്റാരെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിദ്ദിഖ് ഓടി നടന്നത്? അമ്മയിലെ പലർക്കും അറിയാത്ത കാര്യങ്ങൾ ചേട്ടൻ വളരെ വിദഗ്ധമായി അവരുടെ കണ്ണിൽ പൊടിയിട്ടതുകൊണ്ടല്ലേ? അമ്മയുടെ സംഘടനയിൽ ചേട്ടൻ ഉൾപ്പെടെ എത്ര പേർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും ചേട്ടൻ പുറത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നും പരിപാടിയുടെ ലാഭം എത്ര ആളുകൾക്ക് നൽകണമെന്നും പുറത്തു വന്നാൽ എന്ന കാര്യം എന്നെ ജീവിക്കാൻ എവിടെയും സമ്മതിക്കില്ല എന്ന തീരുമാനത്തിലാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം ഒന്നുകൂടി ഓർത്താൽ നന്നായിരിക്കും. ആൻഡ് നൗ റെസ്റ്റ് ഈസ് അപ്പ് ടു യു. എന്താണെങ്കിലും സിദ്ദിഖിനെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ, അയാളുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ അറസ്റ്റിലേക്ക് പോകും. മുകേഷിൻ്റെ കേസിൽ എനിക്ക് സ്റ്റാൻഡ് ചെയ്യാൻ തോന്നുന്നില്ല, ബട്ട് മുകേഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിലും സിദ്ദിഖും